Let's create a society who looks Indian in blood and color and European or English in taste. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന എഡ്യൂക്കേഷണൽ റിഫോംസിനെ നമുക്ക് ഈ ഒരു സെൻറ്റൻസിലേക്ക് ചുരുക്കാൻ വേണ്ടി പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ബ്രിട്ടീഷുകാർ പറഞ്ഞിരുന്നത് പോലെ ഒരു സിവിലൈസിങ് മിഷൻ ആയിരുന്നില്ല ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യയുടെ ഉദ്ദേശം. പകരം ടു ക്രിയേറ്റ് എ ബ്യൂറോക്രസി ഹു ആർ ലോയൽ ആൻഡ് ഒബീഡിയൻ ടു ബ്രിട്ടീഷ് ഇന്ത്യ. അവരെ പോലെ ചിന്തിക്കുകയും അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങൾ ഒബേ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സിനെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യയുടെ പ്രധാന ഉദ്ദേശം. അതിൻ്റെ റെമനൻസ് ആക്ച്വലി നമുക്ക് ഇപ്പോൾ ഉള്ള സ്കൂൾ എഡ്യൂക്കേഷനിൽ വരെ കാണാൻ പറ്റും. കാരണം നമ്മൾ ഇപ്പോഴും പലയിടത്തും ഫോളോ ചെയ്യുന്നത് ആ ഒരു കൊളോണിയൽ സ്ട്രക്ചറാണ് വെൻ ഇറ്റ് കംസ് ടു എഡ്യൂക്കേഷൻ. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പം സ്കൂളുകളിലൊക്കെ സമയത്തിന് ഇപ്പോൾ രാവിലെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ബെല്ലടിക്കും, അതുപോലെ തന്നെ വൈകുന്നേരം സ്കൂൾ വിടുന്നതിന് മുന്നേ ബെല്ലടിക്കും, അതുപോലെ ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് ബെല്ലടിക്കും. നമ്മൾ ഫോളോ ചെയ്യുന്നൊരു ടൈമിംഗ് എന്ന് പറയുന്നത് 9 to 5 ആണ്. ഇതൊക്കെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ പീരീഡിൽ വർക്കേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഫാക്ടറി വർക്കേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഉള്ള ക്യാപിറ്റലിസ്റ്റുകൾ അല്ലെങ്കിൽ അപ്പോൾ ഉള്ള മുതലാളിമാർ ഉപയോഗിച്ചിരുന്ന ടെക്നിക്സ് ആയിരുന്നു. ഇതേ ഒരു സിസ്റ്റമാണ് ബേസിക്കലി ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ബ്രിട്ടീഷ് റിഫോംസിലൂടെ ബ്രിട്ടീഷ് ഇന്ത്യയിലേക്കും കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇപ്പോഴും പല സ്ഥലത്തും ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ റിഫോംസ് വന്നത്, എങ്ങനെയാണ് ട്രഡീഷണൽ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ ഈ പറയുന്ന ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ആക്ച്വലി എഡ്യൂക്കേഷണൽ റിഫോംസ് അണ്ടർ ബ്രിട്ടീഷ് ഇന്ത്യ എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യുന്നത്. സോ വെൽക്കം ടു ടുഡേയ്സ് പ്രിലിം സ്റ്റാർ സൂപ്പർ 100 ആൻഡ് ഇൻ ടുഡേയ്സ് സെഷൻ we will be discussing the prelims specific aspect of British educational reforms in India. നമ്മൾ ഇനീഷ്യലി നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എവല്യൂഷൻ കുറച്ച് പാർട്ടായിട്ട് നമുക്ക് തിരിക്കാൻ വേണ്ടി പറ്റും. ആദ്യമായിട്ട് തന്നെ 1771 to 1830, 1771 ഒരു ചാർട്ടർ ആക്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പവേഴ്സൊക്കെ വന്ന കാര്യം നമുക്കറിയാം. ഇപ്പോൾ ഈ ഫ്രഞ്ച് ഉണ്ടായിരുന്നു, ഡാനിഷ് ഉണ്ടായിരുന്നു, പോർച്ചുഗീസ് ഉണ്ടായിരുന്നു. ഇവരൊന്നും ഇവിടെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാത്തത് ഇന്ത്യയുടെ കൾച്ചറിലും ട്രഡീഷനിലൊക്കെ ഇവർ കയറി ഇടപെട്ടത് കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ബ്രിട്ടീഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷിൻ്റെ പ്രധാന ഉദ്ദേശം ട്രേഡ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഈ പറയുന്ന കൾച്ചറൽ ആസ്പെക്റ്റുകളിലോ അല്ലെങ്കിൽ ഇവരുടെ ട്രഡീഷണൽ ആസ്പെക്റ്റുകളിലൊന്നും കയറി കൈ കടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം സ്റ്റാർട്ടിങ് ഇപ്പോൾ 1771 തൊട്ടിട്ടുള്ള കമ്പനി റൂള് വരുന്ന സമയത്തും ഇനീഷ്യലി ഇവർ ഈ പറയുന്ന ട്രഡീഷൻ എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും കൈ കടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം വാരൻ ഹേസ്റ്റിങ്സ് ആണ് നമ്മുടെ ഫസ്റ്റത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത്. അപ്പോൾ വാരൻ ഹേസ്റ്റിങ്സ് ആണെങ്കിലും കൂടുതൽ ട്രഡീഷണൽ എഡ്യൂക്കേഷന് അല്ലെങ്കിൽ ട്രഡീഷണൽ രീതിയിൽ ഇന്ത്യക്കാർ അപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന പാഠശാല, അതുപോലെ തന്നെ മദ്രസ, അതുപോലെ തന്നെ ഇന്ത്യക്കാരുടെ ട്രഡീഷണൽ ഫിലോസഫീസ്, ട്രഡീഷണൽ ലോസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരുന്നു ബേസിക്കലി ഈ വാരൻ ഹേസ്റ്റിങ്സിനെ പോലെയുള്ളവരൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വാരൻ ഹേസ്റ്റിങ്സ് 1781 കൽക്കട്ട മദ്രസ എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ബേസിക്കലി മുസ്ലിം ലോസ് അല്ലെങ്കിൽ മുസ്ലിം റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ പറ്റിയൊക്കെ പഠിപ്പിക്കാനായിരുന്നു. അതിൻ്റെ ശേഷം 1791 ജൊനാഥൻ ഡങ്കൺ സാൻസ്ക്രിറ്റ് കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സാൻസ്ക്രിറ്റ് കോളേജ് ആണെങ്കിൽ ഹിന്ദു ഫിലോസഫീസ് ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഈ ഒരു പീരീഡിലൊക്കെ ആ ഒരു ട്രഡീഷണൽ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഫോളോ ചെയ്യുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ 1800s ഇതിനൊരു ഡിഫറൻസ് വരുന്നത് ഫോർട്ട് വില്യം കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ്. ഫോർട്ട് വില്യം കോളേജ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ വെല്ലസ്ലി. അപ്പോൾ വെല്ലസ്ലി ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ വരുന്ന സിവിൽ സർവൻസിന്, ഇപ്പോൾ ഇവിടെ വരുന്ന സിവിൽ സർവൻസ് ഒക്കെ ബ്രിട്ടീഷുകാരായിരിക്കും. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരായിട്ടുള്ള സിവിൽ സർവൻസിന് ഇന്ത്യക്കാരുടെ ട്രഡീഷൻസ്, ഇന്ത്യക്കാരുടെ കസ്റ്റംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ബേസിക്കലി ഫോർട്ട് വില്യം കോളേജ് കൊണ്ടുവന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഫേസിന്റെ ഭാഗമായിട്ടാണ് കാണാൻ പറ്റുക. ഫസ്റ്റ് ഫേസ് ഇവിടെ ഒരു ചാർട്ടർ ആക്ട് വരെ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ചാർട്ടർ ആക്ടോട് കൂടിയാണ് ബേസിക്കലി ഈ ഒരു ട്രഡീഷണൽ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ നിന്ന് കൂടുതലും വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സെക്യുലർ എഡ്യൂക്കേഷനിലേക്ക് ഇവർ ഷിഫ്റ്റ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനെ നമ്മൾ 1813 to 1857 വരെയുള്ള പീരീഡിനെ നമുക്ക് ആ ഒരു കാറ്റഗറിയിലേക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇവിടെയാണ് കൂടുതലായിട്ടും ഈ ഓറിയന്റലിസ്റ്റുകളും അതുപോലെ തന്നെ ആംഗ്ലിക്കിസ്റ്റുകളും. ഓറിയന്റലിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ട്രഡീഷണൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ്റെ ട്രഡീഷണൽ വഴികളിൽ അല്ലെങ്കിൽ ഇന്ത്യൻ്റെ കൾച്ചറിനെയൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്ന ആ രീതിയിൽ എഡ്യൂക്കേഷൻ പോകണമെന്ന് പറഞ്ഞിരുന്നവരായിരുന്നു. അതുപോലെ തന്നെ ആംഗ്ലിക്കിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വെർണാക്കുലർ എഡ്യൂക്കേഷൻ
ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ സെക്യുലർ എഡ്യൂക്കേഷൻ, അതുപോലെ ഇവിടെ ക്രിസ്ത്യൻ മിഷണറി സ്കൂളുകൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നവരായിരുന്നു ആംഗ്ലിക്കിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആംഗ്ലിക്കിസ്റ്റുകൾക്ക് ബേസിക്കലി ഇന്ത്യക്കാരുടെ ട്രഡീഷൻസിനോടും കൾച്ചേഴ്സിനോടൊക്കെ പുച്ഛമായിരുന്നു. അപ്പോൾ അവർ കൂടുതലും ഇവരെ സിവിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക എന്നുള്ളതായിരുന്നു അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം 1813 വരുന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1813 ബേസിക്കലി ഇവിടെ ക്രിസ്ത്യൻ മിഷണറീസിന് പെർമിഷൻ കൊടുത്തു ഇന്ത്യയിൽ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുവരെ 1771 പലപ്പോഴും ഈ ചാൾസ് ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ലീഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ചാൾസ് ഗ്രാൻഡ് ഒക്കെ അപ്പോഴേ പറയുന്നുണ്ട് 1771 ആക്ടിൽ ഇതേപോലെ മിഷണറീസിനെ അലോ ചെയ്യണം, അപ്പോൾ അവർക്ക് ഇവിടെ വന്ന് പഠിപ്പിക്കാനും ഇവിടെ എഡ്യൂക്കേഷൻ കൊടുക്കാനും ഇവിടെ മിഷണറി സ്കൂളുകൾ തുടങ്ങാനൊക്കെ പറ്റും എന്നുള്ള രീതിയിൽ പലതും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പം ബ്രിട്ടീഷ് അതിനെ അലോ ചെയ്തില്ല. പക്ഷേ 1813 എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ക്രിസ്ത്യൻ മിഷണറീസിനെ ഇവിടെ അലോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 1813 ശേഷം നമുക്ക് ഈ ആംഗ്ലിക്കിസ്റ്റുകളും ഓറിയന്റലിസ്റ്റുകളും തമ്മിലുള്ള ഒരു എന്താണ് ഡിബേറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു ഡിബേറ്റ് പ്ലാറ്റ്ഫോം ആയിട്ട് നമുക്ക് ഈ എഡ്യൂക്കേഷണൽ റിഫോംസ് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇവഞ്ച്വലി ഇവിടെ വരുന്ന ഗവർണർ ജനറലുകളുടെ ക്യാരക്ടർ അനുസരിച്ച് ഇതിൽ ചേഞ്ച് വരുന്നതായിട്ടും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ പലപ്പോഴും ചിലപ്പോൾ ആംഗ്ലിക്കിസ്റ്റുകൾ ഡൊമിനേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും, ചിലയിടത്ത് ഓറിയന്റലിസ്റ്റുകൾ ഡൊമിനേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാലഘട്ടം നമുക്ക് അങ്ങനെ എടുക്കാം. അതിനുശേഷം വരുന്നത് 1857 തൊട്ട് 1947 വരെയാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ക്രൗൺ നേരിട്ടാണ് റൂൾ ചെയ്യുന്നത്. അപ്പോൾ ക്രൗൺ റൂളിന്റെ ഭാഗമായിട്ട് പലപ്പോഴും ഈ ഭാഗത്താണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ നാഷണൽ മൂവ്മെന്റ് ഒക്കെ തുടങ്ങി വരുന്ന പീരീഡാണ്. അപ്പോൾ നാഷണൽ മൂവ്മെന്റിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള പോളിസീസ്, അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ പാർട്ടിസിപ്പേഷൻ അതിൽ നിന്ന് തടയാനുള്ളത്, അതുപോലെ തന്നെ ആ വരുന്ന ഗവർണർ ജനറലുകളുടെ ക്യാരക്ടർ അനുസരിച്ച് ഇവിടെ എഡ്യൂക്കേഷണൽ റിഫോംസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് 3 ഫേസസ്. ഈ 3 ഫേസസിനെ ബേസ് ചെയ്താണ് നമ്മൾ ഈ എഡ്യൂക്കേഷണൽ റിഫോംസ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും എങ്ങനെയാണ് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് തന്നെ എന്തിനാണ് ഇത് എഡ്യൂക്കേഷണൽ റിഫോംസ് കൊണ്ടുവന്നത് എന്നുള്ളതാണ് വൈ എന്നൊരു ആസ്പെക്റ്റ് ആണ്. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ ഒന്നൊരു പ്രൊപ്പഗണ്ട ടൂളായിട്ടാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ക്രിസ്ത്യൻ മിഷണറീസിന് ഇവിടെ എന്ത് വേണമായിരുന്നു, കൂടുതൽ ഓട്ടോണമി വേണമായിരുന്നു. കാരണം ഇവർ വിചാരിച്ചിരുന്നത് സെക്യുലർ എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ആ ട്രഡീഷണൽ കൾച്ചേഴ്സിൽ നിന്നൊക്കെ പോയിട്ട് ഇവരെ ക്രിസ്ത്യൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അപ്പം ആസ് എ ടൂൾ ഫോർ റിലീജിയസ് കൺവേർഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുക, ബ്രിട്ടീഷിനോട് ലോയൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതും കൂടി എന്തായിരുന്നു ഇതിൻ്റെ ഉദ്ദേശമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം ഒന്നാമതായിട്ട് ഈ പറയുന്ന പ്രൊപ്പഗണ്ട ടൂൾ, ഒന്ന് ആംഗ്ലിസിസ്റ്റ് പോളിസീൻ്റെ ഭാഗമായിട്ട്, അതുപോലെ തന്നെ പലപ്പോഴും ഓറിയന്റലിസ്റ്റ് പോളിസീൻ്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് ഇതിനൊരു പ്രൊപ്പഗണ്ട ടൂളായിട്ട് എഡ്യൂക്കേഷനെ ബ്രിട്ടീഷ് യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, ഫോർട്ട് വില്യം കോളേജ് കൊണ്ടുവന്നത്, അതുപോലെ തന്നെ ഇവിടെ ബ്യൂറോക്രസീനെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങുന്നത്, സിമിലർലി ഇന്ത്യക്കാർക്ക് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇന്ത്യക്കാരെ സിവിൽ സർവീസിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസിക്കലി ഈ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രീ ട്രേഡ്, അപ്പം നമുക്ക് ഈ ഒരു പീരീഡ് ആയപ്പോഴേക്കും ഫ്രീ ട്രേഡ് വന്നു, ക്യാപിറ്റലിസം വന്നു. അപ്പോൾ ബേസിക്കലി ഈ ഇന്ത്യക്കാരുടെ ഈ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക, ബ്രിട്ടീഷ് ഗുഡ്സ് എന്ത് ചെയ്യുക, ഇന്ത്യക്കാർ വാങ്ങി ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഒരു ബേസ് മാർക്കറ്റായിട്ട് ഇന്ത്യ നിൽക്കണമെങ്കിൽ ഇന്ത്യൻ്റെ കൾച്ചർ പഴയ ട്രഡീഷണൽ കൾച്ചറിൽ നിന്ന് അത് പോസിബിൾ അല്ല. പകരം ഇന്ത്യക്കാർ എന്ത് ചെയ്യണം, ബ്രിട്ടീഷുകാരെ പോലെ ആക്ട് ചെയ്യാൻ തുടങ്ങും, ബ്രിട്ടീഷുകാർ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങണം, ബ്രിട്ടീഷുകാരെ പോലെ ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങണം, അവരെ പോലെ ഫുഡ് കഴിക്കാൻ തുടങ്ങണം. അപ്പം അങ്ങനെ ഒരു മാറ്റം ഇന്ത്യക്കാരിൽ കൊണ്ടുവന്ന് ഇന്ത്യയെ ഒരു മാർക്കറ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ടും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ് ഓഫ് ന്യൂ എമർജന്റ് ഐഡിയോളജീസ്, പുതിയ ഐഡിയോളജീസ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ മാറ്റം വരുന്നതായിട്ട് കാണാൻ പറ്റും. അത് ഈ ആംഗ്ലിക്കലിസ്റ്റ്, അതുപോലെ തന്നെ ഇവാഞ്ചലിസ്റ്റ് ഐഡിയോളജിസ്റ്റ്. ഇവാഞ്ചലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി റിലീജിയസ്, അതായത് ക്രിസ്ത്യൻ റിലീജിയൻ കൂടുതൽ സിവിലൈസ്ഡ് ആണ്, ഇങ്ങനെയുള്ള പല കോൺസെപ്റ്റുകളും അതിൽ വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള എമർജന്റ് ഐഡിയോളജീസിന്റെ ഭാഗമായിട്ട് ഇവിടെ റിഫോംസ് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ സിവിലൈസേഷണൽ മിഷൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർ കൾച്ചർലെസ് പീപ്പിളാണ്, ഇവരെ കൾച്ചറെ കൂടുതൽ സിവിലൈസ്ഡ് ആക്കുക എന്നുള്ളത് ബ്രിട്ടീഷുകാരുടെ മിഷനാണെന്നുള്ള രീതിയിൽ ബ്രിട്ടീഷുകാർ ഈ ഒരു എഡ്യൂക്കേഷണൽ റിഫോംസിനെ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും.
അപ്പം അതിലേക്ക് വരുമ്പം ആദ്യമായിട്ട് തന്നെ നമുക്ക് 1793 ആക്ട്, ചാൾസ് ഗ്രാൻഡിന്റെ ഒബ്സർവേഷൻസ്. ഇവിടെ ഫസ്റ്റത്തെ ആസ്പെക്ട് ഞാൻ പറഞ്ഞു. ചാൾസ് ഗ്രാൻഡ് എന്തായിരുന്നു ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ ആക്ടിൽ പയസ് ക്ലോസ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലോസ് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. പയസ് ക്ലോസ്. ഈ ക്ലോസ് അനുസരിച്ചിട്ട് ബേസിക്കലി ഇവിടെ ക്രിസ്ത്യൻ മിഷണറീസിനെ അലോ ചെയ്യുക, സോ ദാറ്റ് ദേ ക്യാൻ സ്റ്റാർട്ട് സ്കൂൾസ് ഹിയർ ആൻഡ് പ്രൊവൈഡ് സെക്യുലർ എഡ്യൂക്കേഷൻ ടു ഇന്ത്യൻസ്. ഇവർക്ക് അവിടെ സ്കൂൾ മാസ്റ്റേഴ്സിനെ മിഷണറീസിനെ ഒക്കെ ഇവിടെ അലോ ചെയ്യുന്ന പരിപാടി സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു ചാൾസ് ഗ്രാൻഡിന്റെ ഉദ്ദേശം. പക്ഷേ അത് ഒരു അൺസക്സസ്ഫുൾ ക്യാമ്പയിൻ ആയിരുന്നു. 1793 മിഷണറീസിനെ അലോ ചെയ്തില്ല ബേസിക്കലി. പക്ഷേ 1813 ആക്ടിൽ എന്ത് ചെയ്തു? ക്രിസ്ത്യൻ മിഷണറീസിനെ അലോ ചെയ്തു. കൂടുതൽ എഡ്യൂക്കേഷന് ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് അവിടെ കൊടുക്കുന്നതായിട്ട് കാണാൻ പറ്റും. ക്രിസ്ത്യൻ മിഷണറീസിനെ അലോ ചെയ്യാൻ മാത്രമല്ല, എഡ്യൂക്കേഷന് വേണ്ടി ഒരു ലംസം എമൗണ്ട് 1 lakh rupees പെർ ആനം കൊടുക്കണം എന്ന് തീരുമാനിച്ചു. ദാറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്. ഇങ്ങനെ ഒരു ലംസം എമൗണ്ട് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് കൊടുക്കണം എന്നുള്ള കാര്യം ഈ ആക്ടിൽ തീരുമാനിച്ചിട്ടുണ്ട്, 1813 ചാർട്ടർ ആക്ടിൽ. അപ്പം ഇത് ഭയങ്കര വലിയൊരു ഡെവലപ്മെന്റ് ആണ് വെൻ ഇറ്റ് കംസ് ടു ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം. 1813 ചാർട്ടർ ആക്ടിലാണ് ഒരു എമൗണ്ട് ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കാം. പക്ഷെ എന്ത് സംഭവിച്ചില്ല? ഈ പറയുന്ന ആക്ടിൽ ഇത് പ്രപ്പോസ് ചെയ്തെങ്കിലും ഇത് ആക്ച്വലി നടന്നില്ല. ഇത് ഫണ്ടിന്റെ കാര്യമാണ്. ബേസിക്കലി ഇങ്ങനെ അവർ കാര്യമായിട്ട് പറഞ്ഞു ഇന്ത്യക്കാർക്ക് ഇത്ര ഫണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞതല്ലാതെ അതിൽ തീരുമാനമൊന്നും ഉണ്ടായില്ല. ഇത് അലോ ചെയ്തൊന്നുമില്ല. അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഫിനാൻഷ്യൽ ആസ്പെക്റ്റിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാനൊക്കെയാണ് 1823 ജനറൽ കമ്മിറ്റി ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി വരുന്നത്. അപ്പോൾ ഈ കമ്മിറ്റിയിൽ ഇന്ത്യക്കാർക്ക് എത്ര ഫണ്ട് കൊടുക്കണം, എന്തിനൊക്കെ ഫണ്ട് കൊടുക്കണം, എന്തൊക്കെ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇവിടെ കൊടുക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ജനറൽ കമ്മിറ്റി ഓൺ പബ്ലിക് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ബേസിക്കലി an important platform for the debate between ആംഗ്ലിക്കലിസ്റ്റ് ആൻഡ് ഓറിയന്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്തത്. ഇവിടെ വെച്ചാണ് ഈ ആംഗ്ലിസിസ്റ്റ് ഓറിയന്റലിസ്റ്റ് എന്താണ് ഡിബേറ്റ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് തുടങ്ങുന്നത്. ഇപ്പം കുറേ ഓറിയന്റലിസ്റ്റുകൾ ഉണ്ടായിരുന്നു, വാരൻ ഹേസ്റ്റിങ്സ്, അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിന്റെ ഭാഗമായിട്ട് വില്യം ജോൺസ്, ഇവരൊക്കെ എന്തായിരുന്നു ഇവിടെ ഓറിയന്റലിസ്റ്റ് എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്തവരായിരുന്നു. പക്ഷെ മെക്കൗളെ, ലോർഡ് തോമസ് ബി മെക്കൗളേനെ പോലെയുള്ളവരൊക്കെ ആംഗ്ലിസിസ്റ്റ് എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്തവരായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ എപ്പോഴും ഭയങ്കര പ്രശ്നമാണ്, ഇവിടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ വേണോ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വേണോ എന്നുള്ളതിനെ പറ്റി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വില്യം ബെന്തിക്ക് ഇവിടെ വരുന്നത്. അങ്ങനെ വില്യം ബെന്തിക്ക് ഒരു കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്തു. ദാറ്റ് ഇസ് മെക്കൗളെ കമ്മിറ്റി, ലോർഡ് മെക്കൗളേസ് എഡ്യൂക്കേഷണൽ കമ്മിറ്റി 1835. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മെക്കൗളേസ് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്, മെക്കൗളേസ് മിനിറ്റ്. ഇതിനെയാണ് ബ്ലൂ പ്രിന്റ് ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. മെക്കൗളേസ് മിനിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്ലൂ പ്രിന്റ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ. അപ്പം ഇതിൽ മെക്കൗളെ പറയുന്നത് ഇവിടെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവരണം എന്നാണ്. അതിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ എഡ്യൂക്കേഷൻ, അതായത് ഇംഗ്ലീഷ് സ്കൂളുകളിൽ എഡ്യൂക്കേറ്റഡ് ആവാൻ പറ്റുന്ന കുറച്ച് പേർക്ക് ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ കൊടുക്കുക. അതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ഇപ്പം ഇവിടെ ഇന്ത്യക്കാരിൽ വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള എലൈറ്റ് ക്ലാസ്സിൽ പെടുന്ന കുറച്ച് പേർക്ക് ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ കൊടുക്കും. ഇവർ പിന്നീട് ബാക്കിയുള്ള ഇന്ത്യക്കാർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം. അല്ലാതെ മൊത്തം ഇന്ത്യക്കാരെയും എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ബ്രിട്ടീഷിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല. പകരം കുറച്ച് പേർക്ക് ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ കൊടുക്കും. ഈ കൊടുക്കുന്ന കുറച്ച് പേര് എന്ത് ചെയ്യണം? ബാക്കിയുള്ള ആളുകൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം. ഇങ്ങനെ എഡ്യൂക്കേഷൻ കിട്ടുന്നവർ ഇത് താഴേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. ദിസ് ഈസ് കോൾഡ് ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി. ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി. അപ്പോൾ ഈ കൊടുക്കുന്നത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആയിരിക്കും. ഇവരെന്ത് ചെയ്യും? ഈ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ താഴെയുള്ള ആളുകൾക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി. ഇതാണ് മെക്കൗളേസ് മിനിറ്റിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് എന്ന് പറയുന്നത്. 1835 ആക്ട് ആയിരുന്നു. ഇവിടെ ഇത് വന്നതോട് കൂടിയിട്ട് എന്ത് തീരുമാനിച്ചു? ഈ ആംഗ്ലിക്കിസ്റ്റുകളും ഓറിയന്റലിസ്റ്റുകളും തമ്മിലുള്ള കോൺട്രവേഴ്സി ഏകദേശം തീരുമാനമായി എന്ന് പറയാം. കാരണം ആംഗ്ലിക്കിസ്റ്റുകളുടെ സൈഡിലായിരുന്നു കൂടുതൽ വെയിറ്റേജ് ഉണ്ടായിരുന്നത്. മെക്കൗളെ ഇത് പറഞ്ഞ പോലെ ഒരു ആംഗ്ലിക്കിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത്. അതുപോലെ തന്നെ ലോർഡ് വില്യം ബെന്തിക്കും എന്ത് ചെയ്തു? ഒരു ആംഗ്ലിക്കിസ്റ്റ് ആയിരുന്നു. അപ്പോൾ പുള്ളിയും പറഞ്ഞത് 1835 പുള്ളിയുടെ റെസൊല്യൂഷനിലൂടെ ഇംഗ്ലീഷാണ് മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷിനെ മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ ആക്കി മാറ്റാണ് വില്യം ബെന്തിക്ക് ചെയ്തത്.
ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി നമ്മൾ ഓൾറെഡി പറഞ്ഞു. മെക്കൗളേസ് മിനിറ്റിലൂടെ ആണ് ഈ പറയുന്ന ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി വരുന്നത്. അപ്പോൾ വില്യം ബെന്തിക്കിന്റെ റെസൊല്യൂഷൻ, ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി, ലോർഡ് മെക്കൗളേന്റെ പോളിസി, ഇതൊക്കെ കൂടുതൽ ആംഗ്ലിക്കിസ്റ്റ് എഡ്യൂക്കേഷനുകളെ സപ്പോർട്ട് ചെയ്തിട്ട് വന്നതാണ്. അതുപോലെ തന്നെ പേർഷ്യൻ ലാംഗ്വേജ് പലയിടത്തും മദ്രസകളിലും കോർട്ടിലൊക്കെ പേർഷ്യൻ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഈ പറയുന്ന ബെന്തിക്കിന്റെ റെസൊല്യൂഷനൊക്കെ വന്നതോടുകൂടി പേർഷ്യൻ ലാംഗ്വേജ് മാറ്റിയിട്ട് ഇംഗ്ലീഷിലേക്ക് തന്നെ മുഴുവനായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ബേസിക്കലി ഒരു ആംഗ്ലിക്കിസ്റ്റുകളുടെ സൈഡിലേക്ക് വന്ന ഒരു ആംഗ്ലിക്കിസ്റ്റ് സൈഡിലേക്ക് ഇന്ത്യൻ എഡ്യൂക്കേഷൻ മാറുന്നതായിട്ട്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗം. അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നതാണ് വുഡ്സ് ഡിസ്പാച്ച് ഇൻ 1854. വുഡ്സ് ഡിസ്പാച്ച് ഇത് വരുന്നത് ബേസിക്കലി ലോർഡ് വെല്ലസ്ലിന്റെ പീരീഡിലാണ്. 1854 വുഡ്സ് ഡിസ്പാച്ച്. വുഡ്സ് ഡിസ്പാച്ചിനെ നമ്മൾ വിളിക്കുന്നത് മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യയാണ്. മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. അപ്പം ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ വുഡ്സ് ഡിസ്പാച്ച് ആണ് ബേസിക്കലി ഇവിടെ ഉള്ള ആളുകൾക്ക് എഡ്യൂക്കേഷൻ എൻഷുർ ചെയ്യണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പം ഇവിടെ ഇപ്പോൾ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനിൽ മാത്രം നമ്മൾ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ നിന്ന് വളരെ കുറച്ച് പേര് മാത്രമേ എഡ്യൂക്കേറ്റഡ് ആവുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, കൂടുതലും ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക്, അതായത് ഇന്ത്യയിൽ ജനിച്ച് വളരുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ മീഡിയമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും പേരും എന്ത് ചെയ്യില്ല, മുകളിലേക്ക് പോവില്ല, അതായത് മുകളിലേക്ക് എഡ്യൂക്കേറ്റഡ് ആവില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എഡ്യൂക്കേഷൻ ഒരു സ്ട്രക്ചർ കൊണ്ടുവരണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് വരുന്നത് ഈ പറയുന്ന വുഡ്സ് ഡിസ്പാച്ചിലാണ്. അപ്പോൾ വുഡ്സ് ഡിസ്പാച്ച് ബേസിക്കലി നമ്മൾ വിളിക്കുന്നത് മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഡെൽഹൌസിന്റെ പീരീഡിലാണ്. അപ്പോൾ വുഡ്സ് ഡിസ്പാച്ചിൽ പറയുന്നത് സ്കൂൾ സിസ്റ്റം, അതായത് താഴെക്കിടയിലിരുന്ന എലമെന്ററി എഡ്യൂക്കേഷൻ എപ്പോഴും ഇന്ത്യൻ ലാംഗ്വേജിൽ അല്ലെങ്കിൽ വെർണാക്കുലർ ലാംഗ്വേജിൽ പ്രൊവൈഡ് ചെയ്യുക. ഈ പറയുന്ന എലമെന്ററി എഡ്യൂക്കേഷന് ശേഷം ഹയർ എഡ്യൂക്കേഷൻ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് വുഡ്സ് ഡിസ്പാച്ച് പറഞ്ഞത്. അതിൻ്റെ ഒപ്പം തന്നെ വുഡ്സ് ഡിസ്പാച്ച് കൂടുതൽ യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടൊക്കെ യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതുപോലെ തന്നെ ഫീമെയിൽ എഡ്യൂക്കേഷന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ തന്നെ സ്കൂളുകൾക്കും കോളേജുകൾക്കൊക്കെ ഗ്രാൻസ് ഇൻ എയ്ഡ്സ് പ്രൊവൈഡ് ചെയ്യുക. ഇങ്ങനെയുള്ള പല പല കോൺസെപ്റ്റുകൾ നമുക്ക് വുഡ്സ് ഡിസ്പാച്ചിൽ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ വുഡ്സ് ഡിസ്പാച്ച് ഒരു ഇമ്പോർട്ടൻറ്റ് മാഗ്ന കാർട്ട എന്ന് തന്നെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ആസ്പെക്റ്റ് ആണ് വുഡ്സ് ഡിസ്പാച്ച് എന്ന് പറയുന്നത്. 1854 കൊണ്ടുവരുന്നത്. അപ്പം ഇതിൽ പറയുന്ന നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത് എലമെന്ററി എഡ്യൂക്കേഷൻ വെർണാക്കുലർ ലാംഗ്വേജിലാക്കുക. അതുപോലെ തന്നെ കോളേജ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ്ലി ആംഗ്ലിക്കൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലാക്കുക. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, വൊക്കേഷണൽ എഡ്യൂക്കേഷനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ തന്നെ ഗ്രാൻസ് ഇൻ എയ്ഡ് പ്രൊവൈഡ് ചെയ്യുക ഫോർ ദിസ് കോളേജസ് ആൻഡ് സ്കൂൾസ്. ആൻഡ് വുമൻ എഡ്യൂക്കേഷൻ, ഫീമെയിൽ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എടുക്കുന്നത് ഈ പറയുന്ന വുഡ്സ് ഡിസ്പാച്ച് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ വുഡ്സ് ഡിസ്പാച്ചിന് കുറച്ച് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നും എവിടെയും എടുത്തില്ല. കൃത്യമായിട്ട് ഇത്ര പൈസ ഇന്നതിന് കൊടുക്കണം എന്നുള്ള ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും എവിടെ എടുത്തില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫിനാൻസിങ് ഭയങ്കര ലോ ആയിരുന്നു. അതുപോലെ തന്നെ യൂണിവേഴ്സലിസം ഉണ്ടായിരുന്നില്ല. അപ്പോഴും യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അവിടെ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മിക്കവാറും ആളുകൾക്കും ഈ പറയുന്ന എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഔട്ട് ഓഫ് ഹാൻഡ് ആയിട്ട് തന്നെ നിന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം ഇത് വുഡ്സ് ഡിസ്പാച്ചിൻ്റെ ഒരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും കേട്ടോ. ഇത്രയാണ് 1857 വരെയുള്ള കാര്യത്തിൽ നിങ്ങൾ ഓർക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഓരോന്നിലും വന്ന കാര്യങ്ങൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിലെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റുകൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, അതിൻ്റെ ഒരു എവല്യൂഷൻ ഒന്ന് കാണുക എന്നുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് 1857 ശേഷം എന്താണ് സംഭവിക്കുന്നത്. 1857 ശേഷം പിന്നീട് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് ഹണ്ടർ കമ്മീഷനാണ് 1882. അപ്പോൾ ഈ വുഡ്സ് ഡിസ്പാച്ചിൽ കുറേ പ്രൊവിഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഇംപ്ലിമെൻറ്റേഷൻ പ്രോപ്പറായിട്ട് നടന്നോ എന്നൊക്കെ ഉള്ളതും അതിൻ്റെ പ്രോഗ്രസിനെ പറ്റിയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്ത കമ്മീഷനായിരുന്നു ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് വന്നത് ബേസിക്കലി നമുക്ക് അറിയാവുന്നതുപോലെ നമ്മുടെ എല്ലാം വളരെ പ്രിയപ്പെട്ട ലോർഡ് റിപ്പണിൻ്റെ പീരീഡിലായിരുന്നു. റിപ്പൺ എന്ന് പറയുന്നത് ഇന്ത്യക്കാരോട് വളരെ അനുഭാവപൂർവ്വം കാര്യങ്ങൾ അല്ലെങ്കിൽ പോളിസീസ് ഒക്കെ കൊണ്ടുവന്നിരുന്ന ഒരു ഗവർണർ ജനറൽ ആയിരുന്നു, വൈസ്രോയി ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ റിപ്പണിൻ്റെ പീരീഡിൽ ഇത് കൊണ്ടുവന്നപ്പം ബേസിക്കലി അവിടെ പല കാര്യങ്ങളും ചേഞ്ചസ് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ റിപ്പൺ ഭയങ്കര ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ
പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടൊക്കെ ആക്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. നമ്മൾ റിപ്പൺ ആൻഡ് അപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മുദ്രാവാക്യമൊക്കെ നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. കാരണം ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വളരെ പ്രോഗ്രസീവായിട്ട് കൊണ്ടുവന്ന ഒരാളാണ് ലോർഡ് റിപ്പൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഹണ്ടർ കമ്മീഷനിലൂടെ എഡ്യൂക്കേഷനൊക്കെ ഇതേപോലെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, അർബൻ ലോക്കൽ ബോഡീസിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പവറിൻ്റെ ഒരു ഡീസെൻട്രലൈസേഷൻ ഈ ഒരു ആസ്പെക്റ്റിലൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് പറ്റും. അപ്പം അതുപോലെ തന്നെ പ്രൊവിൻസസിനെയൊക്കെ എഡ്യൂക്കേഷൻ ഇൻസെൻറ്റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവിൻസസിനൊക്കെ കൂടുതൽ എൻകറേജ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പം ഇത് നിങ്ങൾ ഈ പറയുന്ന ഗവർണർ വൈസ്രോയിൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് ഒന്ന് ആലോചിച്ചാൽ മതി. ഹണ്ടർ കമ്മീഷൻ കൂടുതൽ പ്രോഗ്രസീവായിട്ടുള്ള, കൂടുതൽ ഡീസെൻട്രലൈസേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ചെയ്യുന്നുണ്ടാവുക. കാരണം അവിടെ റിപ്പണിൻ്റെ പീരീഡിലാണ് ഇത് വന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് ആണ്. ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ വരുന്നുണ്ട് 1902 റെയിൽവേ കമ്മീഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത് കേട്ടോ. റെയിൽവേ കമ്മീഷൻ, റെയിൽവേ കമ്മീഷനാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ. പീരീഡ് നോക്കിയാൽ നമുക്കറിയാം 1902 ആണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് 1904 ആക്ട് വരുന്നത്. ഈ പീരീഡിൽ ഗവർണർ ജനറൽ അല്ലെങ്കിൽ വൈസ്രോയി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേഴ്സൺ ആണ്. കേഴ്സൺ എന്ന് പറഞ്ഞാൽ കേഴ്സൺ ഒരു കൊളോണിയലിസ്റ്റ് ആണ്. സോ കേഴ്സന്റെ പോളിസീസ് എന്തായിരിക്കും? ബ്രിട്ടന്റെ പവർ അല്ലെങ്കിൽ വൈസ്രോയിന്റെ പവർ ഈ പറയുന്ന ഇന്ത്യക്കാരുടെ മുകളിൽ കൃത്യമായിട്ട് അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ മുകളിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതായിരിക്കും കേഴ്സന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈം പീരീഡ്, അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ആലോചിച്ചാൽ ബംഗാൾ പാർട്ടീഷൻ വന്ന പീരീഡാണ്. സ്വദേശി മൂവ്മെന്റ് ഇങ്ങനെ പൊട്ടി പുറപ്പെടാൻ വേണ്ടി നിൽക്കുന്ന പീരീഡാണ്. സോ അതുകൊണ്ട് തന്നെ കേഴ്സൺ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ കൊണ്ടുവന്ന യൂണിവേഴ്സിറ്റീസ് ആക്ട് കൂടുതൽ യൂണിവേഴ്സിറ്റീസിനെ എഫിഷ്യൻ്റ് ആക്കാൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസിൻ്റെ കൂടുതൽ എഡ്യൂക്കേഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നതെങ്കിലും സ്റ്റുഡൻസിൻ്റെ പാർട്ടിസിപ്പേഷൻ ഇൻ ദിസ് പൊളിറ്റിക്സ് ആൻഡ് നാഷണൽ മൂവ്മെൻറ്റ്സ് പരമാവധി ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് 1904 കൊണ്ടുവരുന്നത്. കാരണം അവിടെ പറയുന്നത് സ്റ്റുഡൻസ് കൂടുതലായിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന യൂണിവേഴ്സിറ്റീസ് കൂടുതലായിട്ടും റിസർച്ച് ആൻഡ് സ്റ്റഡീസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക, റാദർ ദാൻ അതർ തിങ്സ്, അതർ കോ കരിക്കുലർ അല്ലെങ്കിൽ അതർ ആക്ടിവിറ്റീസിനെ ഒഴിവാക്കി റിസർച്ച് ആൻഡ് സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ പാർട്ടിസിപ്പേഷൻ ഇൻ ദിസ് മൂവ്മെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഹിബിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് 1904 കേട്ടോ. നെക്സ്റ്റ് ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ആസ്പെക്റ്റ്. അടുത്തതായിട്ട് വരുന്നത് ഇതിനിടയിലായിട്ട് ഒരു 1913 ഗവൺമെൻറ്റിൻ്റെ ഒരു റെസല്യൂഷൻ ഓൺ എഡ്യൂക്കേഷണൽ പോളിസി ഉണ്ട് കേട്ടോ. ഗവൺമെൻറ്റ്സ് റെസല്യൂഷൻ ഓൺ എഡ്യൂക്കേഷണൽ പോളിസി. അതെന്താണെന്ന് വെച്ചാൽ 1906 ബറോഡ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. ബറോഡ കുറച്ച് പ്രോഗ്രസീവ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. ബറോഡ സ്റ്റേറ്റ് എന്ത് ചെയ്തു? ഈ പറയുന്ന സ്റ്റേറ്റിൻ്റെ റോളാണ് യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. അതായത് എല്ലാവർക്കും എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്നുള്ള ഒരു റെസല്യൂഷൻ കൊണ്ടുവന്നു. അങ്ങനെ വന്നപ്പം ഇവിടെ നമ്മുടെ നാഷണൽ മൂവ്മെൻറ്റിലെ നമ്മുടെ നേതാക്കന്മാർ എന്ത് ചെയ്തു? ഗവൺമെൻറ്റിനെ ഇതിനു വേണ്ടി പ്രഷറൈസ് ചെയ്തു. ഇങ്ങനെ ഒരു ആസ്പെക്റ്റ് ഉണ്ട്, യൂണിവേഴ്സൽ എലമെൻ്ററി എഡ്യൂക്കേഷൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിനെ പ്രഷറൈസ് ചെയ്തു. ഗവൺമെൻറ് റെസ്പോൺസിബിലിറ്റി എടുത്തില്ല, പക്ഷേ യൂണിവേഴ്സൽ എലമെൻ്ററി എഡ്യൂക്കേഷൻ ഒരു പോളിസിയാണ് എന്നുള്ള രീതിയിൽ ഗവൺമെൻറ് ഡിക്ലറേഷൻസ് കൊണ്ടുവന്നു. പക്ഷേ ഗവൺമെൻറ് എന്ത് ചെയ്തില്ല? അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുത്തില്ല. നമുക്ക് പിന്നീട് എപ്പോഴാണ് വരുന്നത്? 86th അമെൻമെൻറ്റിലാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, എലമെൻ്ററി എഡ്യൂക്കേഷൻ നമ്മുടെ ഒരു റൈറ്റ് ആയിട്ട് വരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് 1913 തൊട്ടേ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അതിന് ശേഷം കാലങ്ങൾ കഴിഞ്ഞ്, ഇൻഡിപെൻഡൻസും കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഇത് ഇൻ ആക്ഷൻ വരുന്നത്. പക്ഷേ 1913 ഗവൺമെൻറ് റെസല്യൂഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന യൂണിവേഴ്സൽ എലമെൻ്ററി എഡ്യൂക്കേഷൻ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. അതാണ് ഒരു ആസ്പെക്റ്റ്. അടുത്തതായിട്ട് വരുന്നത് സാഡ്ലർ യൂണിവേഴ്സിറ്റി കമ്മീഷനാണ്. സാഡ്ലർ യൂണിവേഴ്സിറ്റി കമ്മീഷൻ 1917 ഷെംസ്ഫോർഡിൻ്റെ പീരീഡിലാണ്. ഷെംസ്ഫോർഡ് വൈസ്രോയി ആയിരിക്കുന്ന പീരീഡിലാണ് ബേസിക്കലി സാഡ്ലർ യൂണിവേഴ്സിറ്റി കമ്മീഷൻ വരുന്നത്. സാഡ്ലർ യൂണിവേഴ്സിറ്റി കമ്മീഷൻ വരുന്നത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാഡ്ലർ യൂണിവേഴ്സിറ്റി കമ്മീഷൻ പറയുന്നത് സ്കൂളുകളിൽ നിന്ന് നേരിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി വളരെ കുറവാണ്. കാരണം പലരും എന്ത് ചെയ്യുന്നില്ല? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെ വേണ്ടത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. പലരും താല്പര്യമില്ലാതെ വരുന്നവരുണ്ട്. അതുപോലെ തന്നെ പലരും ഇവിടെ ഗ്രേഡ് കുറഞ്ഞവർ വരുന്നവരുണ്ട്. എല്ലാവരും യൂണിവേഴ്സിറ്റിയിലേക്ക് വരേണ്ടവരല്ല. അതുകൊണ്ട് തന്നെ ഒരു ഇൻ്റർമീഡിയറ്റ് എഡ്യൂക്കേഷണൽ സിസ്റ്റം വേണം
എന്നാണ് ബേസിക്കലി സാഡ്ലർ യൂണിവേഴ്സിറ്റി കമ്മീഷൻ പറയുന്നത്. ഒരു ഇന്റർമീഡിയറ്റ് എഡ്യൂക്കേഷൻ കമ്മീഷന് നമുക്ക് സാഡ്ലർ യൂണിവേഴ്സിറ്റി കമ്മീഷനെ വിളിക്കാൻ പറ്റും. അവർ പറയുന്നത് സ്കൂൾ തരം കഴിഞ്ഞിട്ട്, അതായത് മെട്രിക് കഴിഞ്ഞിട്ട് ഒരു ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഒരു സെക്കൻഡറി എഡ്യൂക്കേഷണൽ സിസ്റ്റം വേണം, അത് കഴിഞ്ഞിട്ട് വേണം ഗ്രാജുവേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിലേക്ക് വരാൻ എന്നാണ് ബേസിക്കലി സാഡ്ലർ യൂണിവേഴ്സിറ്റി കമ്മീഷൻ പറയുന്നത്. അപ്പം ഗവൺമെൻറ് എന്ത് ചെയ്തു, ഇത് പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റുകൾക്ക് റെക്കമെൻഡ് ചെയ്തു. ഈ ഒരു പീരീഡ് ആയപ്പോഴേക്കും പിന്നീട് വരുന്നത് പ്രൊവിൻഷ്യൽ ഡയാർക്കിയാണ്. അപ്പോൾ പ്രൊവിൻഷ്യൽ ഡയാർക്കിയിലേക്ക് വന്നപ്പം ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പ്രൊവിൻസിൻ്റെ സബ്ജക്റ്റായി മാറി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തായി, പ്രൊവിൻസസിനാണ് പിന്നീട് ഇതിൻ്റെ ഒരു കൺട്രോൾ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് പ്രൊവിൻഷ്യൽ ഡയാർക്കിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ആസ്പെക്റ്റാണ് ഹർത്തോഗ് കമ്മിറ്റി. 1929 വരുന്നതാണ് ഹർത്തോഗ് കമ്മിറ്റി. അപ്പോൾ ഹർത്തോഗ് കമ്മിറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ കൂടുതൽ എഡ്യൂക്കേഷൻ, എലമെൻ്ററി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്കൂളുകൾക്കൊക്കെ കൂടുതൽ എക്സ്പാൻഷനൊക്കെ കൂടുതൽ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇവിടെ നടക്കുന്നത് സ്കൂളുകളുടെ എക്സ്പാൻഷൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ വളരെ കുറവാണ് എന്നാണ് ഹർത്തോഗ് കമ്മിറ്റീൻ്റെ കണ്ടുപിടുത്തം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ലിമിറ്റ് ചെയ്യുക, പകരം കൂടുതൽ ക്വാളിറ്റി ഉള്ളവരെ എന്ത് ചെയ്യുക, മുകളിലേക്ക് കടത്തിവിടുക, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിലേക്ക് ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ ഗ്രേഡ് കൂടുതലുള്ളവരെ കടത്തിവിടുക, ആവറേജ് ലെവലിൽ നിൽക്കുന്നവരെ കൂടുതൽ വൊക്കേഷണൽ സ്കൂളുകളിലേക്ക്, വൊക്കേഷണൽ ലെവലിലേക്ക് കൊണ്ടുവരിക, കൂടുതൽ താല്പര്യമുള്ളവരെ അല്ലെങ്കിൽ കൂടുതൽ ഗ്രേഡിലുള്ളവരെ വേണം യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിലേക്ക് കൊണ്ടുവരാൻ. അങ്ങനെ എന്താണ് എലമെൻ്ററി എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഹർത്തോഗ് കമ്മിറ്റീൻ്റെ റെക്കമെൻഡേഷൻ. 1929 ഹർത്തോഗ് കമ്മിറ്റി വന്നത്. ഹർത്തോഗ് കമ്മിറ്റീസ് എയിം വാസ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. നെക്സ്റ്റ് വരുന്നത് വാർധ സ്കീമാണ്. വാർധ സ്കീം ബേസിക്കലി നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കൂടുതൽ കുറേ റിഫോംസും കമ്മിറ്റീസും ഒക്കെ കൊണ്ടുവന്നു. അതിൻ്റെ ഭാഗമായിട്ട് INC ഡെവലപ്പ് ചെയ്ത ഒരു ആസ്പെക്റ്റാണ് വാർധ സ്കീം എന്ന് പറയുന്നത്. ജാക്കിർ ഹുസൈൻ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ബേസിക്കലി ഇത് പാസ് ചെയ്യുന്നത്, ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് വാർധയിൽ വെച്ച് ഇത് പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് വാർധ സ്കീം എന്ന് വിളിക്കുന്നത്. ഇവിടെ ബേസിക്കലി ലേണിംഗ് ബേസ്ഡ് ഓൺ ഗാന്ധിയൻ ടീച്ചിങ്സ് ആണ് ഇവിടെ വരുന്നത്. ഗാന്ധിയുടെ നൈ താലിം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ലേണിംഗ് നടക്കുന്നത്. അപ്പോൾ ഗാന്ധിയൻ കോൺസെപ്റ്റ്, അതായത് ലേണിംഗ് ത്രൂ ആക്ടിവിറ്റീസ്, അതായത് കൂടുതൽ വർക്ക് ചെയ്ത് വൊക്കേഷണൽ ആക്ടിവിറ്റീസിലൂടെ പഠിക്കുക, ഒക്യുപ്പേഷണൽ സ്കിൽസ്, ഇപ്പോൾ കാർപ്പൻട്രി ഒക്കെ പോലെയുള്ള എന്തെങ്കിലും ഒക്യുപ്പേഷണൽ സ്കിൽസ് കൂടി ലേണിങ്ങിൻ്റെ കൂടെ പഠിക്കുക. അതുപോലെ തന്നെ വെർണാക്കുലർ മീഡിയത്തിലൂടെ കൂടുതൽ എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് ബേസിക്കലി വാർധ സ്കീമിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. 3 ലാംഗ്വേജ് ഫോർമുല, ഇപ്പോൾ നമ്മൾ കേരളത്തിലൊക്കെ ഫോളോ ചെയ്യുന്നത് 3 ലാംഗ്വേജ് ഫോർമുലയാണ്. നമ്മൾ ഹിന്ദി പഠിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മലയാളം പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 ലാംഗ്വേജ് ഫോർമുലയൊക്കെ ബേസിക്കലി വാർധ സ്കീമിൽ പറഞ്ഞിരുന്നതായിരുന്നു. അപ്പോൾ ഈ വാർധ സ്കീമിനെ ബേസിക്കലി ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ NEP 2020 ഒക്കെ വരുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പിന്നെ ഒരുപാട് ഇപ്പോൾ ഗാന്ധിയുടെ കാര്യം ആയതുകൊണ്ട് തന്നെ മോറൽ ആൻഡ് ഫിലോസഫിക്കൽ ടീച്ചിങ്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നതായിട്ടും നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതാണ് ബേസിക്കലി വാർധ സ്കീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആസ്പെക്ട് കേട്ടോ. വാർധ സ്കീം 1937. അതുപോലെ തന്നെ അടുത്തത് വരുന്നതാണ് 1944 സർജിയന്റ് പ്ലാൻ ഓഫ് എഡ്യൂക്കേഷൻ. സർജിയന്റ് പ്ലാൻ വെയ്വലിൻ്റെ പീരീഡിലാണ് വരുന്നത്. സർജിയന്റ് പ്ലാനിൽ കമ്പൾസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു സർജിയന്റ് പ്ലാനിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കമ്പൾസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു സർജിയന്റ് പ്ലാനിൻ്റെ ഉദ്ദേശം. ഇതിൻ്റെ ഭാഗമായിട്ട് സെൻട്രൽ അഡ്വൈസറി ബോർഡൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഫോർ പ്രൊവൈഡിങ് കമ്പൾസറി എഡ്യൂക്കേഷൻ ടു ഇന്ത്യൻസ്. ഇത്രയാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യൻ്റെ ഒരു മേജർ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓരോ കമ്മിറ്റീസും ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ പറയുന്ന ചാർട്ടർ ആക്ട് ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ മക്കൗളേസ് മിനിറ്റ്, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി, ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് വുഡ്സ് ഡിസ്പാച്ച് എന്ന് പറയുന്നത്. വുഡ്സ് ഡിസ്പാച്ചിലെ പ്രൊവിഷൻസും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ അതിൽ എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇപ്രാവശ്യമൊക്കെ നമ്മൾ കണ്ടിരുന്നു കൂടുതൽ മൂവ്മെൻറ്റ്സും അതുപോലെ തന്നെ ഇതേപോലെയുള്ള ഡെവലപ്മെൻറ്റ്സിലൊക്കെ അതിനൊരു നേച്ചർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് UPSC ചോദിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഒരു നേച്ചർ ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് കാണുമ്പോൾ ആ ഒരു നേച്ചർ വെച്ചിട്ട് അതിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ വേറൊരു ആസ്പെക്ട് എന്ന് പറയുന്നത് ഹണ്ടർ കമ്മീഷൻ ഇമ്പോർട്ടൻ്റ് ആണ് റിപ്പൻ്റെ പീരീഡിൽ ഉള്ളതുകൊണ്ട് തന്നെ. ആൻഡ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ. ആൻഡ് ഇപ്പോഴത്തെ ഒരു ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ വാർധ സ്കീം അല്ലെങ്കിൽ വാർധ ബേസ് സ്കീം അല്ലെങ്കിൽ ജാക്കിർ ഹുസൈൻ കമ്മിറ്റിയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് എംഫസിസ് ചെയ്യുക കേട്ടോ.
UPSC ഈ പറയുന്ന എഡ്യൂക്കേഷനിൽ വെക്കുന്ന കുറച്ച് ട്രാപ്പുകളുണ്ട്. UPSCന്റെ ട്രാപ്സ് നോക്കുകയാണെങ്കിൽ, ഒന്ന് ഇമ്പാക്ട് ആൻഡ് പ്രൊവിഷൻസ് ഓഫ് ദ റിഫോംസ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വുഡ്സ് ഡിസ്പാച്ചിന്റെ ഇമ്പാക്ട് എന്താണ്, എന്തൊക്കെയാണ് അതിന്റെ പ്രൊവിഷൻസ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ചാർട്ടർ ആക്ടിന്റെ ഭാഗം, അതുപോലെ തന്നെ മെക്കൗളേസ് മിനിറ്റ്, വുഡ്സ് ഡിസ്പാച്ച്, ഇതിലുള്ള പ്രൊവിഷൻസ് പ്രത്യേകം എടുത്ത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ചാർട്ടർ ആക്ട് വന്നിട്ട് ചാർട്ടർ ആക്ടിനെ കുറിച്ച് ഒരു ചോദ്യം വരുന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷനിൽ ലംസം എമൗണ്ട് കൊടുത്തത് അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷണറീസിനെ അലോ ചെയ്തത് എന്നുള്ള രീതിയിൽ നിങ്ങളോട് ചോദ്യം ചോദിക്കാം. അല്ലെങ്കിൽ വെർണാക്കുലർ എഡ്യൂക്കേഷൻ, സ്കൂൾ എഡ്യൂക്കേഷൻ വെർണാക്കുലർ ആക്കണം, അതുപോലെ തന്നെ കോളേജ് എഡ്യൂക്കേഷൻ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്കണം എന്ന് പറയുന്നത് ഏത് റിഫോമിലാണ് എന്നുള്ള രീതിയിൽ ചോദ്യം വരാം. ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറിനെ ബേസ് ചെയ്തിട്ട് മെക്കൗളേസ് മിനിറ്റ് എന്നതിന് ചോദ്യം വരാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വേറെ കൺഫ്യൂഷൻസ് ഒന്നും വരേണ്ടതായിട്ട് വരില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ക്യാരക്ടർ ഓഫ് ദ ഗവർണർ ജനറൽ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഓരോ റിഫോംസിൻ്റെ ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ റിപ്പൺ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കൂടുതൽ ഇന്ത്യൻസിന് കൂടുതൽ പവർ കൊടുക്കുന്ന രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യൻസിന് കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അവർ സ്റ്റാൻഡ് എടുക്കുക. പക്ഷേ കേഴ്സൺ ആണെങ്കിൽ കൂടുതൽ ഒരു കൊളോണിയലിസ്റ്റ് രീതിയിലായിരിക്കും, കൂടുതൽ സപ്രസ് ചെയ്യാനായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ഓഫ് ദ ഗവർണർ ജനറലും കൂടി എന്താക്കുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോഴും ഓർക്കുക, നമ്മളുടെ ഇപ്പോൾ ഉള്ള പല സിസ്റ്റവും ഈ പറയുന്ന ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ ബേസ് ചെയ്തിട്ടാണ്, അതായത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന റിഫോംസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം അതുമായിട്ട് കൂടി നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക, സോ ദാറ്റ് നിങ്ങൾക്ക് ഈ പ്രിലിംസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ സെൻറ്റൻസുകൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി ഫാക്റ്റ് അറിയുമോ എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ കോണ്ടെക്സ്റ്റും അതുപോലെ തന്നെ ആ റിഫോം കൊണ്ടുവന്ന ആളുടെ ക്യാരക്ടറും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് വെച്ചുകൂടി നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റിനെ അസസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പ്രജുഡിസ്ഡ് ആവാതിരിക്കുക, കൂടുതലായിട്ട് വായിക്കുക, കൂടുതൽ പഠിക്കുക, കൂടുതൽ റിവൈസ് ചെയ്യുക, സോ ദാറ്റ് യു വോണ്ട് മിസ് എനി മാർക്ക് ഇൻ പ്രിലിംസ്. താങ്ക് യു.